ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ സൗണ്ട് എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ NCERT പാഠപുസ്തകത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് ആദ്യം ഓറിയന്റേഷൻ ക്ലാസ് കേൾക്കാനായിട്ട് 300 പേർക്ക് അവരുടെ സമയം മാറ്റി വെക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആകെ എനിക്ക് തോന്നുന്നു 224 225 പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന ഇതിന്റെ PDF ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. നമുക്കത് മുഴുവനും ഒറ്റയടിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നമുക്ക് പഠിച്ചാൽ മതി. മറ്റേ ഗ്രൂപ്പിലേക്ക് ക്ലാസിന്റെ ഇത് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തും തരാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഇട്ട് തരാം. ഓക്കെ, അപ്പൊ ഇതൊരു നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ടുള്ള ഒരു PDF ആണ്. അതിന്റെ മലയാളം വെർഷൻ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷും കൂടി ഫെമിലിയർ ആകണം. ഞാൻ ഇംഗ്ലീഷും ഇട്ട് തരാം, മലയാളവും നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പൊ രണ്ടും നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് മലയാളമാണ് എളുപ്പം, അതുകൊണ്ട് ഞാൻ മലയാളം മാത്രമേ വായിക്കുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചിരിക്കരുത്. അത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് നല്ല പാടായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് ശരിയാക്കി എടുക്കാനായിട്ട് 1.5 വർഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ 1.5 വർഷത്തിലും നിങ്ങൾ ഇതേപോലെ തന്നെ ഇതേ മെന്റാലിറ്റിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ടല്ല നടക്കുന്നത്, പുറകോട്ട് തിരിഞ്ഞാൽ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ക്ലാസിന്റെ അറ്റൻഡൻസ് 300 പേര് കൂടുതൽ ഓറിയന്റേഷൻ ഉണ്ടായിരുന്നത് ഇപ്പൊ 200 ചില്ലാനമാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു ഡിഫറൻസ് വന്നു? ഇത് ഇത്ര പോലും ഉണ്ടാവില്ല. ഇനി കുറെ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര പോലും ഉണ്ടാവില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളവരുടെ എണ്ണം ഞാൻ പറയാം 40-50 പേരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി വരും. ഇത്ര പേർക്ക്, ബാക്കിയുള്ളവർക്കൊക്കെ റെക്കോർഡ് കേട്ടാൽ മതിയല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പൊ അങ്ങനെ ഉള്ളവർ എന്താ ചെയ്യുക? സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ, റെക്കോർഡ് കേൾക്കും. റെക്കോർഡ് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്ത് കേൾക്കുന്ന കാര്യങ്ങൾ അവർക്ക് പയ്യെ പയ്യെ മടുപ്പായിട്ട് തുടങ്ങും. അങ്ങനെ പിന്നെ കേൾക്കാം, നോട്ട് വായിക്കാം എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ നോട്ട് വായിക്കാനിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആൾക്കാർ കേൾക്കില്ല. അവസാനം എന്തു പറ്റും? അവർക്ക് ക്ലാസിന്റെ എഫക്റ്റും കിട്ടില്ല. ആ നോട്ട് വായിച്ചുകൊണ്ട് അതുകൊണ്ട് ഉപകാരമുണ്ടോ? അതുമില്ല. അങ്ങനെ പെൻഡിങ് വരും, ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റാണ്ടാവും. അവസാനം അവരുടെ വഴിക്ക് അവർ പോവും, ഞാൻ എൻ്റെ വഴിക്ക് ക്ലാസ് എടുത്ത് ഞാനും പോവും. ഇതാണ് എല്ലാ ബാച്ചിലും നടക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ പറ്റില്ല. പകരം നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ആ ശീലങ്ങളാണ് നാളെ നിങ്ങളുടെ ഭാവി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ശീലമാക്കി മാറ്റുക. എന്തൊക്കെ തിരക്കുണ്ടായിക്കോട്ടെ, കല്യാണത്തിനോ ഇതിന് എന്ത് കാര്യങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ 9 മണി എന്ന് പറഞ്ഞ സമയം നിങ്ങളൊന്ന് അവിടെ ലോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത് ചെയ്യാലോ. നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ഫംഗ്ഷൻ വേണമെങ്കിലും പോവാം. അന്ന് കിട്ടുന്ന ഒരു റെസ്പെക്ട് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയൊരു എക്സാം പാസ്സാകുന്ന ഒരു ആളുകൾക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന റെസ്പെക്ട് എന്തായിരിക്കും? നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ഇതാണ്, ഓ ഇത്രയും. അതായത് എന്റെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ PSC എഴുതി പാസ്സായിട്ടുള്ള ഒരാൾ എൻ്റെ അറിവിൽ ഞാൻ മാത്രമാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു ഇതിന്റെ അത്ര ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഒരാള് ചിലപ്പോൾ നിങ്ങളായിരിക്കും. അപ്പൊ അത് എപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തിൽ ഉണ്ടാവണം. ഞാനായിരിക്കണം എൻ്റെ നാട്ടിൽ ഇത് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലൊന്നും ഒരാൾക്കും ഗവൺമെന്റ് ജോലി ഇല്ല. അപ്പൊ എൻ്റെ ഒരു തലമുറയിൽ തന്നെ ഒരാൾക്കും ഇതേപോലെ ഒരു ഡിഗ്രി ലെവൽ എക്സാമോ ഒരു 10ാം ക്ലാസ് ലെവൽ പോലും എക്സാം പാസ്സായിട്ടില്ല. അപ്പൊ അത്രയും നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അഭിമാനിക്കുമ്പോൾ നമ്മുടെ അടുത്ത ജനറേഷൻസ് ആയിരിക്കും. എൻ്റെ അച്ഛൻ ഇന്ന ആളായിരുന്നു, എൻ്റെ അമ്മ ഇന്ന ആളായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. നാളെ നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടാൻ പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ സമൂഹം അംഗീകരിക്കില്ല. നിങ്ങൾ ഭയങ്കര വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകും. നിങ്ങളുടെ മക്കൾ ആരായിരുന്നു? ഇപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. ആരോടെങ്കിലും ഇപ്പൊ വീട്ടില് അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അച്ഛൻ എന്താ ജോലി എന്നല്ലേ ചോദിക്കുക. അച്ഛൻ എന്താ ജോലി? ഇതാണ് എല്ലാവരും നമുക്ക് പരിചയപ്പെടുന്ന സമയത്ത് ചോദിക്കുക. ഓ, അവൻ ആ ആളുടെ മോനാണ്, ഇവൻ ഈ ആളുടെ മോനാണ് എന്ന അർത്ഥത്തിലാണ് നമ്മുടെ അടുത്ത ജനറേഷനെ അഭിസംബോധന ചെയ്യുക. അപ്പൊ അതിനൊരു ഒരു ബേസിക് ഡിമാൻഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാത്ത ദിവസങ്ങളും നമ്മൾ ഇന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളായിരിക്കും. അതിന് നമ്മളെ മാറ്റിയെടുത്ത് ഇപ്പൊ ഒരുപാട് പേര് നമ്മൾ ആ ഫങ്ഷൻസിന് മടിച്ച് കറങ്ങാനും ഇതിനൊക്കെ പോവാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് തവണ ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരാളാണ്. കാരണം അങ്ങനെ പോയി കളയാനായിട്ട് എനിക്ക് മനസ്സ് വരില്ലായിരുന്നു.
ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകാനും അതിന് ഇങ്ങനെ എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാർ വിളിച്ചു കഴിയുമ്പോൾ എനിക്ക് അതിന് പോകാനുള്ള കാര്യം, കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്ക് അറിയാവുന്നതായിട്ട് നന്നായിട്ട്. ആ സമയത്ത് അവരുടെ കൂടെ പോയി പഠിക്കാനുള്ള കണ്ടിന്യൂറ്റി കളഞ്ഞ് അതിനുള്ള ഇത് എനിക്കില്ലായിരുന്നു. പക്ഷെ അന്ന് ആ ചെയ്തത് കൊണ്ട് ഞാൻ ഇന്ന് എനിക്കും നല്ലൊരു ജോലിയുണ്ട്, വൈഫിന് നല്ലൊരു ജോലിയായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട് ഇപ്പോ. അപ്പൊ അത് നിങ്ങളും കളയാതെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള നിങ്ങളുടെ വർക്ക് ഇന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എക്സാം എഴുതാൻ പറയുന്നുണ്ട്. ലക്ഷ്മി മിസ്സിന്റെ ഇന്റർവ്യൂ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. 1ാം റാങ്ക് പാലക്കാട് കിട്ടിയിട്ടുള്ള ലക്ഷ്മി മിസ്സിന്റെ ഇന്റർവ്യൂവില് അതിനകത്ത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ കഴിഞ്ഞ ബാച്ചുകൾക്ക് ഞാനത് പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യമാണ്. ഇതാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതാണ് നിങ്ങൾ നാളെ നിങ്ങളുടെ പേരിൽ വരാൻ പോവുക. അതായത് അവരോട് ഞാൻ ഡെയിലി എക്സാം എഴുതാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്ന് നിങ്ങൾ ഈ ഡെയിലി എക്സാം എഴുതി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഈ പേര് ഇങ്ങനെ വരുത്തുക. ഈ പേര് ഇതേപോലെ തന്നെ നാളെ PSC ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ വരും. ഇങ്ങനെ തന്നെ റാങ്ക് ലിസ്റ്റ് വരും. ഞാൻ ഇപ്പോഴും ആ ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അവർ ഡെയിലി എക്സാം എഴുതുന്ന റാങ്ക് ലിസ്റ്റുകൾ. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ജോസ്, ലക്ഷ്മി, അൻസിയ, വിഷ്ണുപ്രിയ, ഇവരൊക്കെ ആ ഒരു ലിസ്റ്റിലുണ്ട്. ഡെയിലി എക്സാംസ് എഴുതുന്ന കൂട്ടത്തിലുള്ള ആ ലിസ്റ്റിൽ വരുന്ന കുട്ടികളാണ്. അപ്പൊ ഇവരൊക്കെ എന്താ PSCയുടെ ലിസ്റ്റ് ഇടുമ്പോൾ അവർ ഇതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് കാണുന്ന സക്സസ് സ്റ്റോറീസിലും ഇതിനകത്തൊക്കെ വരുന്ന കുട്ടികൾ അവരാണ്. അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ അന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ റിസൾട്ട് ആയിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നാളെ കിട്ടുന്ന അച്ചീവ്മെന്റ്. നിങ്ങൾക്ക് ട്രോഫി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം മുമ്പേ നിങ്ങൾ തുടങ്ങണം. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിന്റെ അറ്റൻഡൻസ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ എനിക്കല്ല പ്രശ്നം. അത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഒരു കുട്ടി ഉള്ളെങ്കിൽ പോലും എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ അതിന്റെ പേരിൽ എന്തെങ്കിലും ദേഷ്യം നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർത്തിരുന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് പറയാനുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതും കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ കടമെടുത്ത ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു ഭാഗം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എത്ര നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും ചിലപ്പോൾ കിട്ടൂന്ന് വരില്ല, കിട്ടൂല. അപ്പൊ അങ്ങനെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന, ഒരേ തരത്തിൽ കൺഫ്യൂഷൻ ആക്കുന്നതും ഒരേ സമയത്ത് ഏറ്റവും ബേസിക്സ് ഡിമാൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ NCERTയിലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസിൽ 5 മാർക്കാണുള്ളത്. അപ്പൊ 5 മാർക്കിന് വേണ്ടിയിട്ടുള്ള സെക്രട്ടേറിയറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് ഞാനൊന്ന് അയച്ചു തരാം. നിങ്ങൾ എല്ലാവരും നമുക്കൊന്ന് ആദ്യം ആ സിലബസ് ഒന്ന് പരിചയിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. ഓക്കെ, കണ്ടല്ലോ എല്ലാവരും? സിലബസ് കണ്ടല്ലോ? ഈ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കിക്കേ. ആദ്യം നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആദ്യം തന്നെ ഫസ്റ്റ് ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള ദിവസം പോയി സിലബസ് എടുത്ത് വെച്ച് നന്നായിട്ട് വായിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ഇൻസ്ട്രക്ഷൻ. ഞാൻ തരുന്ന ഇൻസ്ട്രക്ഷൻസിനൊക്കെ അതിന്റെ പിറകിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് ഞാൻ ഇടുന്ന വോയിസ് നോട്ടുകളിൽ നിന്ന് കിട്ടുന്നത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്യുക, സാർ ഇത് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ എന്നുള്ളത്. കാരണം അത് നിങ്ങൾക്ക് അപ്പം ചിലപ്പോൾ മനസ്സിലാവില്ല. അത് കുറെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ എഴുതി ഒരു ഇതിനകത്ത് നിൽക്കണ സമയത്തായിരിക്കും അന്നത് അങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളത് മനസ്സിലായി വരിക. അപ്പൊ മനസ്സിലായിട്ട് വരാനായിട്ട് ഞാൻ പരമാവധി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്ന രീതിയിൽ വോയിസ് ഇടും. പക്ഷെ ചില സമയത്ത് എൻ്റെ ഐഡിയാസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അങ്ങനെ അതാണ് അതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ഈ സിലബസ് നന്നായിട്ട് തന്നെ ആദ്യം വായിക്കുക. അത് എത്ര പ്രാവശ്യം നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനപ്പാടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാന്നുള്ളത് അറിയാൻ പറ്റുമോ, അത്രയും നല്ലത്. ഇപ്പൊ ഈ പറയുന്ന ഒരു സിലബസ് നോക്കുക, 5 മാർക്കിനെ ആകെ ഉള്ളൂ. 5 മാർക്കിന്. അപ്പൊ 5 മാർക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ട്, പ്രിയാമ്പിള്, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്, റിട്ട്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിട്ടുകൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് എന്നുള്ള ഭാഗം വരുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്ററി എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വരുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഏതാണ്
യൂണിയൻ ലിസ്റ്റുകൾ വരുന്നുണ്ട്, GST കൗൺസിൽ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ട്രിബ്യൂണൽസ് വരുന്നുണ്ട്, കമ്മീഷൻസ് വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്. ഇത്രയാണ് ഈ പറഞ്ഞ ഒരു സിലബസിൽ ഉള്ള കാര്യം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ ഈ 5 മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? 5 മാർക്ക് ആകെയുള്ളൂ. ഈ 5 മാർക്കിന് വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ വലിച്ചു വാരി പഠിക്കുക എന്നുള്ളത് അത്ര റിവാർഡിങ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ പഠിക്കണം. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ 5 മാർക്കിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കരുത്. അതിന് എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ്സുകൾ കഴിയും തോറും നിങ്ങൾ മനസ്സിലാക്കി വരും. ഓരോ ക്ലാസ് കഴിയും തോറും എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകൾ കഴിയുന്ന സമയത്ത് നമുക്ക് ക്ലാസ്സുകൾ എടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കി കളയണ്ടേ. അങ്ങനെ ഞാൻ കുറേ വെട്ടലിൻ്റെ ആശാനാണ്. ഞാൻ കുറേ അങ്ങോട്ട് വെട്ടിക്കളയും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആ കട്ട് ചെയ്യുന്നതിന്റെ പിറകിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അതിന്റെ പിറകിലെ കാര്യം, എന്തുകൊണ്ടാണ് സാർ അത് വേണ്ടെന്ന് പറഞ്ഞത്, എന്താണ് അത് വെട്ടാനുള്ള കാരണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മാർക്ക് തരണമെന്നോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരണമെന്നോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെയും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതേപോലുള്ള സ്കില്ലുകൾ എനിക്ക് കിട്ടണമെന്നുള്ളത് പ്രാർത്ഥിക്കുക. എനിക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലാകണമെന്ന് പ്രാർത്ഥിക്കുക. ഇതേപോലെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി പഠിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റണേ എന്നുള്ളത് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക, അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊന്നുമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു സിലബസിലെ കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കിത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പറയുന്ന ചാപ്റ്റർ അഥവാ NCERT-യുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ, +1-ന്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിന്റെ മലയാളം ആണ് നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം, ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റണേന്ന് അന്ന മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഭൂരിഭാഗം പേർക്കും പറ്റാറില്ല. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജിലുള്ള ഓരോ കാര്യങ്ങളും ഇപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരില്ല. എല്ലാം കൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഇത് അത് എന്നൊക്കെ അങ്ങനത്തെ രീതിയിൽ ഞാൻ പറയില്ല. ഞാൻ ഓരോ സ്റ്റേജ് എടുത്ത് സമയം എടുത്ത് നിങ്ങൾ ആ സമയത്ത് ഇത് ചെയ്യണം, ഇത് അങ്ങനെ പോകണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുള്ളൂ. ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാം. അത് എനിക്ക് ഒരിക്കലും ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യം ഇങ്ങനെയാണ് വന്നേക്കുന്നത്, ഇത് നിങ്ങൾ നോക്കണം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇപ്പൊ ഇരുന്ന് ഈ സ്റ്റേജിൽ പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോഴായിരിക്കും PSC ഇങ്ങനെയാണ് ഈ സാധനം വന്നേക്കുന്നത്, അപ്പൊ ഇതാണ് അവർ നോക്കണ്ടേ എന്നുള്ള കാര്യം കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴേ അത് പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഇല്ല, നിർത്തിപ്പോയി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ലെങ്കിലോ അവിടെ നിങ്ങൾക്ക് തന്നെയായിരിക്കും. എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് ഉള്ള പിള്ളേരെ വെച്ചിട്ട് ബാച്ച് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിൽക്കുക. നിങ്ങൾ ഒരാളെയും പിടിച്ചു നിർത്തൂല. അതുകൊണ്ടാണ് മന്ത്ലി ഫീസ് സ്ട്രക്ചർ വെച്ചേക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം, ധൈര്യമായിട്ട് ഏതെങ്കിലും ഒരു മാസം നിങ്ങൾക്ക് നിർത്തി പോവാം. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു കിട്ടില്ല. ഇടയ്ക്ക് ഒരു മാസം ബ്രേക്ക് വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി, പിന്നെ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അഡ്മിഷൻ തരില്ല. അഡ്മിഷൻ ക്ലോസ്ഡ് തന്നെയാണ്. ഞാനിവിടെ ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ നോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വോയിസ് ക്ലാസ് ലാസ്റ്റ് മിനിറ്റിൽ കേൾക്കണം എന്ന് വെച്ചിട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അഡ്മിഷൻ തരില്ല. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേ വരുള്ളൂ. അതിന്റെ ടൈം ഫ്രെയിമും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ട് മിനിമം 1 വർഷവും to 1.5 ഇയർ. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് വഴി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു മനസ്സിലാക്കൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് 5 മാർക്കിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോ ഓക്കെ. അപ്പോ ഒരു കോൾ വന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനമാക്കിയിട്ട് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്താണ് ഭരണഘടന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിൽ എന്താണ് ഒരു ഭരണഘടന എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. രണ്ടാമത്
ഈ ഭരണഘടന എന്നുള്ള കാര്യം കൊണ്ട് സമൂഹത്തിന് എന്ത് ഉപകാരമുള്ളത്, സമൂഹത്തിന് എന്ത് ഉപകാരം ഈ ഒരു ഭരണഘടനയെ കൊണ്ട് ഉള്ള എന്നുള്ളത് നമ്മൾ പഠിക്കും. മൂന്നാമത്, ഈ സമൂഹത്തിലെ പവർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് വെറുതെ ഒരാൾക്ക് കൂടി വന്നിട്ട് പവർ കൊടുത്തേക്കല്ല, നമ്മൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പവർ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭരണഘടന യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ഈ അധികാരത്തിന്റെ വിഭജനം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ലാസ്റ്റ് എങ്ങനെയാണ് ഈ ഭരണഘടന രൂപപ്പെടുത്തിയത്, അതിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഭരണഘടന എന്ന് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തിനാണ് ഈ ഭരണഘടന എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവേണ്ടത്. ശരിക്കും അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഭരണഘടന എവിടെയാണ് നിലവിലുള്ളത്? നമ്മൾ ഏത് ഭരണഘടനയുടെ കാര്യം പഠിക്കുന്നത്? ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞു, ഏത് ഭരണഘടന നമുക്ക് പഠിക്കാനുള്ള? ലോകത്തിന്റെ ഭരണഘടന എല്ലാം പഠിക്കാനുണ്ടോ? ഇല്ല, നമുക്ക് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിലെ ഭരണഘടനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം നിങ്ങൾ അസ്യൂം ചെയ്യുക. നമുക്ക് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ജനങ്ങളുണ്ട്. ഒരുപാട് തരത്തിലുള്ള ജനങ്ങൾക്ക് പല പല ഭാഷയാണ് അവർക്ക്, പല പല കൾച്ചറുകളാണ് അവർക്ക്, പല പല വസ്ത്രങ്ങൾ ധരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് ട്രഡീഷൻസിലും എല്ലാം വ്യത്യാസമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും വെറൈറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഈ കോർഡിനേഷൻ പോസിബിൾ ആയെന്ന്? അതിനാണ് ഈ പറഞ്ഞ ഭരണഘടന എന്നുള്ള കാര്യത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എന്താണ് ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. ഇപ്പൊ ചിലവർക്ക് ഇഷ്ടം ചില നിയമങ്ങൾ വേണം. എനിക്ക് എന്താണ് ബസ്സിൽ കയറി പോകുന്നതാണ് എനിക്ക് ഇഷ്ടം, എങ്കിൽ ബസ് മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. ചിലർക്ക് ബൈക്കിൽ പോകണം, അപ്പൊ ബൈക്ക് മാത്രമേ ഇവിടെ പാടുള്ളൂ എന്നായിരിക്കും ചിലവരുടെ ഇഷ്ടം. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ ഈ ഇഷ്ടങ്ങളൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ആർക്കും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ഭരണഘടന എന്നുള്ള കാര്യം. അപ്പൊ ഈ ഭരണഘടനയുടെ ആദ്യത്തെ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആദ്യം പഠിക്കാനുള്ള കാര്യം, എവിടെയാണ് ഈ ഭരണഘടന ശരിക്കും പറഞ്ഞാൽ ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ 2 ടേംസ് പഠിക്കാനുണ്ട്. ഒന്ന് സ്റ്റേറ്റ്, അത് ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ. ഒന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റിന്റെ മലയാളം നമുക്ക് പറയുമ്പോൾ രാഷ്ട്രം എന്ന് പറയാം. രാഷ്ട്രം എന്താണ് സ്റ്റേറ്റ് എന്ന് മനസ്സിലാവണം. രണ്ടാമത് എന്താണ് നേഷൻ എന്നുള്ള കാര്യം മനസ്സിലാവണം. സ്റ്റേറ്റും നേഷനും. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് നേഷൻ. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്താണ് രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രം എന്ന് പറയാം. ഈ നേഷന്റെ മലയാളത്തിൽ എന്ത് പറയും? നമുക്ക് ദേശം എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. ദേശം, നേഷൻ, ദേശീയത, നാഷണാലിറ്റി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ദേശം എന്നുള്ളത് നമുക്ക് എടുക്കാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രം, അതിന് മലയാളവും. നേഷൻ എന്ന് പറയുന്നത് ദേശീയം, ദേശീയം അല്ലെങ്കിൽ ദേശം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമുക്ക് നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ് സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റും ഈ നേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണോ നേഷൻ ആണോ? കേരളം എന്താ സ്റ്റേറ്റ് ആണോ നേഷൻ ആണോ? കേരളം സ്റ്റേറ്റ് ആണോ നേഷൻ ആണോ? ആ, ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പൊ എന്താണ് ഇതിനെ ഡിഫൈൻ ചെയ്തതെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ സ്റ്റേറ്റിന്റെ കാര്യം നോക്കാം. സ്റ്റേറ്റ്, അപ്പോൾ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡീനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 4 ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. 4 ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. 4 ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഭരണഘടനയിൽ എഴുതി വെച്ചത് നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയുന്ന കാര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ആസ്പദമാക്കിയിട്ടല്ല, പൊതുവിൽ ഭരണഘടനയെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് എന്നുള്ളത് 4 ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അതിനകത്ത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടെറിട്ടറി, അതിർത്തി. അതിർത്തി, കൃത്യമായിട്ടുള്ളൊരു അതിർത്തി
ഉണ്ടാവും സ്റ്റേറ്റിന്. കൃത്യമായിട്ട് ഒരു അതിർത്തി ഉണ്ടാവും സ്റ്റേറ്റിന്. ഓക്കെ. രണ്ടാമത് ജനങ്ങൾ ഉണ്ടാവും, പീപ്പിൾ. പീപ്പിൾ ഉണ്ടാവും, ജനങ്ങൾ ഉണ്ടാവും, പീപ്പിൾ ഉണ്ടാവും. ടെറിട്ടറി ഉണ്ടാവും, പീപ്പിൾ ഉണ്ടാവും. മൂന്നാമത് ഗവൺമെന്റ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും സ്റ്റേറ്റിൽ. 4 സോവേണിറ്റി, പരമാധികാരം. സോവർണിറ്റി, പരമാധികാരം ഉണ്ടാവും. എന്താണ് ഈ പരമാധികാരം എന്ന് പറഞ്ഞാൽ? ദുവിജിത്ത് കെ എം, ആ പേര് കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ദുവിജിത്തിന്റെ അടുത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പേര് PDF ഇട്ടിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഇതേവരെ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തേക്ക, ക്ലാസ് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുക. എന്താണ് സോവേണിറ്റി? സോവേണിറ്റി ജനങ്ങളാൽ എന്നുള്ളതാണോ? പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശിക കാര്യങ്ങളിലല്ല, പരമാധികാരം. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് പരമാധികാരമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻസിന്റെ ഈ ചാനലിൽ എനിക്ക് പരമാധികാരം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് പുറമേ എന്നുള്ളവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ തീരുമാനങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാവില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഈ പറയുന്ന സോവേണിറ്റി അഥവാ പരമാധികാരം എന്നുള്ള ഒരു ഇതും കൊണ്ട് പറയാനായിട്ട് ഉള്ളത്. ബാക്കിയുള്ള ഇന്റേണൽ എക്സ്റ്റേണൽ കാര്യങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കാര്യങ്ങളിൽ എല്ലാ ഡിസിഷൻസും എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഈ സോവേണിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയാലോ. നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങളിൽ പുറമെയുള്ള രാജ്യങ്ങൾ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ UN ബ്രിട്ടനോ റഷ്യയോ ആരായാലും ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് അവർക്ക് തീരുമാനം എടുക്കാനായിട്ട് പാടില്ല എന്നുള്ള ആ ഒരു അധികാരം, അതിനെയാണ് നമ്മൾ സോവേണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റിന്റെ ഒരു ഇത് പറയുമ്പോൾ ഈ 4 ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയതാണ് നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേഷൻ എന്നാണെങ്കിലോ, നേഷനും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല രാജ്യങ്ങൾ നമുക്ക് ചിതറി കിടക്കുന്ന രീതിയിൽ ഉണ്ടാവാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ടിബറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അത് ചൈനയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന അതൊരു ഇങ്ങനെ. പിന്നെ കുർദ്, ഇവരൊക്കെ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിതറി കിടക്കുന്നതാ. സ്റ്റേറ്റിന്റെ ആണെങ്കിലോ അവര് കൃത്യമായിട്ട് അവർക്കൊരു ടെറിട്ടറി ഉണ്ടാവും, അതിനകത്ത് ജനങ്ങൾ ഉണ്ടാവും, ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റേറ്റും നേഷനും തമ്മിൽ ഉള്ള വ്യത്യാസം. നേഷൻ പല ഇതിന്റെ സ്റ്റേറ്റുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വ്യാപിച്ചൊക്കെ കിടക്കാം. ഡിസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ടെറിട്ടറിയാണ്. ആ ടെറിട്ടറി മാറ്റാനും ഇതിനൊക്കെ ഉള്ള അധികാരമുള്ളത് ആ ഒരു ഗവൺമെന്റിന് മാത്രമാണ്. അപ്പൊ ഇതാണ് ഈ സ്റ്റേറ്റും നേഷനും തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. എ നേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ കോമൺ ഐഡന്റിറ്റി ഓഫൺ ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് കൾച്ചർ, ലാംഗ്വേജ്, ഹിസ്റ്ററി ആൻഡ് സംടൈംസ് എത്തനിസിറ്റി ഓർ റിലീജിയൻ. ഇത്രയും കാര്യങ്ങൾ, എത്തനിസിറ്റി, റിലീജിയൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ടൊരു ഐഡന്റിറ്റി ഫോളോ ചെയ്യുന്ന ആളുകൾ, ഇവർ പല സ്ഥലങ്ങളായിട്ട് ചിതറി കിടന്നാലും അതിന് നമ്മൾ ഒരു നേഷനായിട്ട് കണക്ക് കൂട്ടാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ സ്റ്റേറ്റിന് അങ്ങനെ പറ്റില്ല. അതൊരു സെർട്ടൺ ടെറിട്ടറിയും ഒരു ഗ്രൂപ്പ്, അതിന്റെ ആ ടെറിട്ടറിക്കുള്ളിൽ സെർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും, അവർക്കൊരു ഗവൺമെന്റ് ഗവൺ ചെയ്യാനുണ്ടാവും, അവർക്ക് പരമാധികാരം ഉണ്ടാവും അഥവാ സോവേണിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ സ്റ്റേറ്റ് എന്താ, നേഷൻ എന്താ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ. എ നേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ജനങ്ങൾ. നേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഷെയർ എ കോമൺ ഐഡന്റിറ്റി ഓഫൺ ബേസ്ഡ് ഓൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് കൾച്ചർ, ലാംഗ്വേജ്, ഹിസ്റ്ററി ആൻഡ് സംടൈംസ് എത്തനിസിറ്റി. നമ്മുടെ ദലൈലാമ ഇവരൊക്കെ ആ ഒരു കൾച്ചറിന്റെ ഉള്ളിൽ ഒരു കോമൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ടിബറ്റന്മാര്, ഈ പറയുന്ന ആര്യന്മാരെന്നൊക്കെ നമ്മൾ പറയില്ല, ആര്യന്മാര്, ദ്രാവിഡന്മാര്, അതേപോലെ കുർദുകള്, ടിബറ്റന്മാര്, ഇങ്ങനെയൊക്കെ നമുക്കൊരു കൾച്ചറിന്റെ ബേസ് ചെയ്തിട്ട് ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിന് അവർക്ക് സെർട്ടൻ ടെറിട്ടറി ഉണ്ടാവില്ല, അവർക്ക് സെർട്ടൻ ഗവൺമെന്റ് ഉണ്ടാവില്ല, അവർക്ക് സോവേണിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള അവർ വേറെ പലരാളിലൊക്കെ ആയിരിക്കും ഗവൺ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റിയും കാര്യങ്ങളും ഒന്നും അങ്ങനെ ആ ഒരു ടേംസ് കൊണ്ട്, നമ്മൾ പറഞ്ഞ 4 ടേംസ്, സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിച്ച 4 ടേമുകൾ കൊണ്ട് അവരെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് സ്റ്റേറ്റും ഈ
എന്താണ് നേഷന് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെയാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ കൃത്യമായിട്ടൊരു സോവേണിറ്റി വേണം, അവിടെ ഗവൺമെന്റ് ഫോം ചെയ്യണം എന്നുള്ളത്. അപ്പൊ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം വരുന്നതും. അവിടെയാണ് ആ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നത് സ്റ്റേറ്റിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്തിട്ട് എഴുതി വെക്കുക. ഫസ്റ്റ് ലെറ്റേഴ്സ് ടെറിട്ടറി, പീപ്പിൾ, ഗവൺമെന്റ്, സോവേണിറ്റി, TPGS എന്നുള്ളത് എന്തെങ്കിലും ഒരു കോഡായിട്ട് എഴുതി വെക്കുക. അത് മാറിപ്പോകരുത്. അപ്പൊ ഈ പറയുന്ന മാതിരി സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫാക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ് ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ മലയാളം രാഷ്ട്രം എന്നുള്ളതാണ്, ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആപ്ലിക്കേഷൻസ് ഫുള്ള് പറയുന്നത്. അപ്പോ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ സ്റ്റേറ്റും നേഷനും ഉള്ള കാര്യം നമ്മൾ വ്യത്യാസം പഠിച്ചു. ഈ സ്റ്റേറ്റിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം കൊണ്ടുവരുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ചുമതല എന്ന് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം? നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ, ഈ പറയുന്ന ടെറിട്ടറി ഉണ്ട്, ആ ടെറിട്ടറിയുടെ ഉള്ളിൽ കിടക്കുന്ന പീപ്പിൾസ് തമ്മിലുള്ള കോർഡിനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രഥമമായിട്ടുള്ള ദൗത്യം അല്ലെങ്കിൽ അതിന്റെ ചുമതല എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ് ദാറ്റ് അലൗ ഫോർ മിനിമൽ കോർഡിനേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഉള്ളിലുള്ള ജനങ്ങൾക്കിടയിൽ മിനിമൽ കോർഡിനേഷൻ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോ ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു ഇന്ത്യൻസിന്റെ പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സൊസൈറ്റി എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്കത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ ഒരു ചാറ്റ് റൂം, PSC ചാറ്റ് റൂമിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു സൊസൈറ്റിയാണ്. ഇവിടെ ഗവേൺ ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ പ്രസിഡന്റ് ആയിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കും, ഞാനായിരിക്കും ചിലപ്പോൾ പാർലമെന്റ്, ഞാൻ പാർലമെന്റ് ആണെന്നായിരിക്കാം, നിങ്ങളൊക്കെ അതിനകത്തുള്ള ഓരോ സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ 350 സ്റ്റേറ്റുകളുണ്ട്. എത്രയുണ്ട്? ഓൺലൈനിൽ എത്ര പേരുള്ള? 350 പേരുണ്ട്, അല്ലെങ്കിൽ 350 പീപ്പിൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. ഈ 350 പീപ്പിൾസിനും പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇവിടെ എങ്ങനെയാണ് ക്ലാസ്സുകൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അഭിപ്രായമായിരിക്കും. ചിലർക്ക് 9 മണിക്ക് ക്ലാസ് വേണമെന്ന് പറയും, ചിലർക്ക് 8 മണിക്ക് ക്ലാസ് വേണമെന്ന് പറയും, ചിലർക്ക് 7 മണിക്ക് ക്ലാസ് വേണമെന്ന് പറയും, ചിലർക്ക് പഠിക്കാനായിട്ട് ഇംഗ്ലീഷിൽ വേണമെന്ന് പറയും, ചിലർക്ക് പഠിക്കാനായിട്ട് മലയാളത്തിൽ വേണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പലർക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് നീയൊക്കെ അവിടെ ഇരിക്കും, നിന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പരിഗണിക്കാം, പക്ഷെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എനിക്ക് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഫ്രെയിമിങ് ഞാൻ നടത്തും എന്നുള്ളത് ഞാൻ തീരുമാനിച്ച് ഞാൻ നിങ്ങൾക്ക് പറയും. ഞാൻ ഇവിടെ 9 മണിക്കാണ് ക്ലാസ്, നമുക്ക് വീട്ടമ്മമാരൊക്കെ കുറെ പേരുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 8 മണിക്ക് 7 മണിക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകോപനം എന്ന് വെച്ചാൽ കോർഡിനേഷൻ. അപ്പോൾ ഇവിടെ ഇത്രയും ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 9 മണിക്കാണ് ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും വന്നു. 350 പേരുണ്ട്, ഈ 350 പേര് ഇവിടെ ഓൺലൈനിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആ കോർഡിനേഷൻ എന്ന് പറയുന്ന കാര്യം. ഞാൻ പറഞ്ഞ റൂളിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും ആക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ആ റൂള് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന റൂളിൽ ആ റൂളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് നിങ്ങൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മനസ്സിലായോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലായോ? ഒരു സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ട ബേസിക് സെറ്റ് ഓഫ് റൂൾസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രഥമമായിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സ്റ്റേറ്റിന്റെ കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതും ഭരിക്കപ്പെടുന്നതുമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഇവിടത്തെ നിയമങ്ങൾ എന്തൊക്കെയാണോ അടിസ്ഥാനം, നിങ്ങൾ 9 മണിക്ക് വരണം, നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട്, ഇവിടെ വേറൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പാടില്ല, എനിക്കല്ലാതെ വേറൊരാൾക്ക് മെസ്സേജ് അയക്കാൻ പാടില്ല,
പരീക്ഷകൾ എഴുതണം എന്നൊക്കെയുള്ള ലിഖിതമായിട്ടുള്ള എൻ്റെ നിയമങ്ങൾ, ഞാൻ അപ്ലൈ ചെയ്യുന്ന നിയമങ്ങൾ ആണ്. ഞാനാണ് പാർലമെന്റ്, നിങ്ങളാണ് ഇവിടുത്തെ പീപ്പിള്. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ നിങ്ങൾ PDF വായിക്കാൻ പോലെ, നിങ്ങൾക്ക് PDF വായിക്കാൻ സമയം കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. PDF ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഡൗട്ട് വരും. അപ്പൊ അത് വായിക്കാൻ പോകണ്ട, ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് വായിക്കാം. ഞാൻ ക്ലാസ്സിലുള്ള ഫുൾ കാര്യങ്ങൾ അങ്ങനെ തന്നെ അതേപോലെ അല്ല പറയുന്നത്. എൻ്റെതായിട്ടുള്ള വേർഡ്സിലാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ഈ ടെലഗ്രാമിന്റെ കാര്യമൊക്കെ ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ്. ഓക്കെ ഓക്കെ അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ലോ ആണ്, അടിസ്ഥാനമായിട്ടുള്ള നിയമമാണ്. ഈ നിയമം പ്രകാരമാണ് ഒരു സ്റ്റേറ്റ് ഗവേൺ ചെയ്യുന്നതും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതും അഥവാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ലാൻഡ് അക്കോർഡിംഗ് ടു വിച്ച് എ സ്റ്റേറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഗവേൺഡ്. ഭരിക്കപ്പെടുന്നതും സ്ഥാപിക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യം. ഒരു സ്റ്റേറ്റ് സ്ഥാപിക്കപ്പെടുന്നതും ഭരണപ്പെടുന്നതുള്ള ഏത് നിയമം പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ? ഏകോപനം, കോർഡിനേഷൻ. കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള മിനിമൽ സെറ്റ് ഓഫ് ബേസിക് റൂൾസ് ഉണ്ടാക്കുക, കോർഡിനേഷൻ ചെയ്യുക. ഓക്കെ, റൂൾസ് ഫോം ചെയ്യണം, കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഫ്രെയിം ചെയ്യണം. ഇതാണ് അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ. ഇനി രണ്ടാമത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഓക്കെ അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഓക്കെ അല്ലേ? ശരിക്കും പഠിച്ചില്ലേ കാര്യം എന്താന്നുള്ളത്? രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ. വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ ചാറ്റ് റൂമിന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുക. ചാറ്റ് റൂം ഉണ്ട് ഇവിടെ, ഞാനാണ് നിങ്ങൾക്കുള്ള പാർലമെന്റ്, അല്ലെങ്കിൽ ഞാനാണ് നിങ്ങളുടെ അധികാരി എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട്. അപ്പൊ ഇവിടത്തെ ഡിസിഷൻസ്, ആർക്കാണ് ക്ലാസ് കൊടുക്കേണ്ടത്, ആരെ കൊണ്ടാണ് ഇവിടെ ക്ലാസ് എടുപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ ഇടേണ്ടത്, എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് വേണ്ടത്, എപ്പോഴാണ് നിങ്ങളുടെ എന്താണ് മെന്റർ സെഷൻസ് വെക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അധികാരം. പക്ഷെ എനിക്കാണ് ഇതിന്റെ അധികാരം ഉള്ളതെന്ന് വേറൊരു ബുക്കിൽ എഴുതി വെക്കണം, വേറൊരു സ്ഥലത്ത് അൺറിട്ടൺ ആയിട്ട് എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ആർക്കാണ് അധികാരം വരുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡോക്യുമെന്റ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്റ് ആണ് നിയമങ്ങൾ രൂപീകരിക്കുന്നതും അത് നടപ്പിലാക്കാനുള്ള അധികാരമൊക്കെ ഉള്ളത് ഇന്ത്യൻ പാർലമെന്റിനാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഈ പവർ എല്ലാം കൊടുക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിയമങ്ങൾ ഫോമുലേറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ എവിടെ നിന്നാണ് പാർലമെന്റിന് അധികാരം കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ അധികാരങ്ങളെല്ലാം കിട്ടുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ട ഉത്തരം. അതേപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിനെയാണ് പ്രൈമറി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ജനങ്ങൾക്കാണ് അധികാരം, ജനങ്ങളിൽ നിന്നാണ് അധികാരം വരുന്നത്. പക്ഷെ നിയമനിർമ്മാണത്തിൽ ആ കാര്യം വരുന്ന സമയത്ത് നിയമനിർമ്മാണം പാർലമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഉള്ളത്. ഓക്കെ, അതായത് ഗവൺമെന്റിനെ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റിനെ പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നമുക്ക് പറയാം. അതായത് the second function of constitution is to specify who has the power to make the decisions in a society. ഒരു സൊസൈറ്റിയിൽ ആർക്കാണോ അധികാരം എടുക്കാനുള്ള അധികാരം എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്. ഇറ്റ് ഡിസൈഡ്സ് ഹൗ ദ ഗവൺമെന്റ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. എങ്ങനെയാണ് ഗവൺമെന്റ് ഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് പ്രകാരമാണ് ഇവിടെ എനിക്ക് അതോറിറ്റി കിട്ടിയിരിക്കുന്നത്. ഞാനാണ് ഇവിടുത്തെ പാർലമെന്റ്. അത് പ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്ന ആ നിയമങ്ങൾ പ്രകാരമാണ് എനിക്ക് ഇവിടെ അതോറിറ്റി കിട്ടിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങളെ ഫ്രെയിം ചെയ്ത് നിങ്ങൾക്കുള്ള ക്ലാസ്സുകളും നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം തരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്.
ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ മനസ്സിലായോ? ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾ തെറ്റിച്ചും തുടങ്ങും. അത് നമുക്ക് ഒരു 2 ഫംഗ്ഷൻ കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 2 ഫംഗ്ഷൻ പഠിച്ചല്ലോ. മൂന്നാമതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷനാണ് ഈ പറയുന്ന അധികാരങ്ങൾ പാർലമെന്റിന് കൊടുക്കുക മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന കാര്യം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല വ്യക്തമായിട്ട് ഈ ഗവൺമെന്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലിമിറ്റേഷൻസ് എന്ന് പറയാം, അഥവാ നിയന്ത്രണങ്ങൾ. നമ്മുടെ ഗവൺമെന്റിന്റെ പവേഴ്സിനെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഗവൺമെന്റിനെ അധികാരങ്ങളിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ പറഞ്ഞ ലിമിറ്റേഷൻ കൊണ്ടുവച്ചിരിക്കുന്നത്? അവിടെ ആ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ വ്യക്തിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഗവൺമെന്റിന് ഫുള്ള് ഒരു അതോറിറ്റി കൊടുത്തു. അപ്പൊ ആരെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്റെ കാര്യം ആലോചിക്കുക, ഞാനാണ് നിങ്ങളുടെ പാർലമെന്റ്, ഞാനാണ് നിങ്ങൾക്ക് വേണ്ട നിയമങ്ങളൊക്കെ രൂപീകരിക്കുന്നത്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ടുള്ള അധികാരം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി പൂട്ടിയിടാനും ബ്ലോക്ക് ചെയ്തിടാനൊക്കെ ഉള്ള അധികാരം ഈ സമയത്തുണ്ട്. ശരിക്കും എനിക്ക് അധികാരമുണ്ട്, അത് മറക്കരുത്. പരീക്ഷ ഒന്നും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നല്ല കിട്ടും. ആ, ഗവൺമെന്റും പാർലമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ റൂളിംഗ് ആയിട്ടുള്ള പാർട്ടിയിലത് വരും. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പോസ് ചെയ്തിട്ടും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവര് ഈ പറഞ്ഞാൽ എനിക്ക് ഈ അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എനിക്കുള്ള ചില നിയന്ത്രണങ്ങൾ, അതായത് നിങ്ങൾ ഇവിടെ ഫീസ് അടച്ചു വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെ ഇങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങളെ പുറത്താക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ നമ്മുടെ കാര്യത്തിൽ അത് ബാധകമല്ല. ഇന്ത്യൻസിന്റെ PSCയുടെ കാര്യത്തിൽ പരീക്ഷ എഴുതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് പുറത്താക്കും. അത് അങ്ങനെയുള്ളൂ. ഫീസ് അടച്ചു എന്നുള്ള ഇതിനകത്തൊന്നും വന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അത് അതോറിറ്റി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്, പരീക്ഷയുടെ കാര്യത്തിൽ അത്രയും നിർബന്ധം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഇതേപോലെയുള്ള ആരെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഗവൺമെന്റിന്റെ മേൽ വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ആർക്കും ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി അറസ്റ്റ് ചെയ്യാം, വെട്ടിക്കൊല്ലാം, എന്ത് കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഏതാണ് മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ ഏതാ? കുറച്ച് ആർട്ടിക്കിളുകൾ ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ മൗലികാവകാശങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. ആ, അപ്പൊ ഈ മൗലിക അവകാശങ്ങൾ നമ്മുടെ വ്യക്തികൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അവകാശങ്ങൾ കൊടുക്കുന്നതിലൂടെ നമ്മുടെ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അധികാരങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻ വെട്ടിച്ചുരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ്സ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ്. അതായത് പൗരനുമേൽ ഗവൺമെന്റിന് ചുമത്താവുന്ന അധികാരത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെറ്റ് സം റൂൾ, സെറ്റ് സം ലിമിറ്റ്സ് ഇൻ വാട്ട് എ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ഓൺ ഇറ്റ് സിറ്റിസൺസ്. These limits are fundamental in the sense that government may never trespass them. ഈ അധികാരങ്ങൾ ഇൻഡിവിജ്വലിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒരിക്കലും ഈ അധികാരങ്ങൾക്ക് മേല് അല്ലെങ്കിൽ ഇവരുടെ ഈ അവകാശങ്ങൾക്ക് മേല് കൈകടത്താൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അഥവാ സിമ്പിൾ ടേംസിൽ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ്. മനസ്സിലായോ? പൗരന്റെ അവകാശങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാലാമത്തെ ഫംഗ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർലമെന്റിന് ഇതേപോലെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി നിർത്തിയേക്കുക മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞു അധികാരം
ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പാർലമെന്റിന് അധികാരം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അധികാരങ്ങൾ കൊടുക്കാതെ അതിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റിന് തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും ഈ ഇതേ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് എന്ന് പറയും. ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഒരു സൊസൈറ്റിയുടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു സൊസൈറ്റി, ഈ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും തുല്യ നീതി കിട്ടാനും തുല്യ സ്റ്റാറ്റസ് പ്രദാനം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ്? ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ ജസ്റ്റ് സൊസൈറ്റി, ഫോർ എ ജസ്റ്റ് സൊസൈറ്റി എന്ന് പറയും. സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, നീതിനിഷ്ഠമായ സമൂഹത്തിന് ആവശ്യമായ വ്യവസ്ഥകൾക്ക് രൂപം നൽകുക തുടങ്ങിയ പ്രാപ്തമാക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത ചുമതല. അതായത് അധികാരത്തെ നിയന്ത്രിക്കാൻ മാത്രമല്ല, സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുക കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ നാലാമത്തെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഇതിൽ നിന്നിപ്പോ ഒരു സെറ്റ് എങ്ങനെയാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഈ ചാപ്റ്റർ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞാൽ ക്ഷേമ പദ്ധതികളും നിർദ്ദേശക തത്വങ്ങളൊക്കെ വഴിയായിട്ടാണ്, അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ഇപ്പൊ ഇതിന്റെ ബേസിക്സ് മാത്രം അറിഞ്ഞിരിക്കുക. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഫങ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി എന്ന് പറയും. ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദ പീപ്പിൾ, അതായത് ഒരു ജനതയുടെ മൗലിക സ്വത്വം എന്ന് പറയാം. അതിൽ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി എന്ന് പറയാനായിട്ട്. ഈ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇപ്പൊ ഒരുപാട് പേര്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചിലവർക്ക് റൂൾ എക്സ്, റൂൾ വൈ ഇതൊക്കെ വേണം, അല്ലെങ്കിൽ പലർക്കും പല ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും. ഇതിനെല്ലാവരും കൂടി ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പല ജില്ലയിലുള്ള ആൾക്കാരുണ്ട്, ഈ പല ജില്ലയിലുള്ള ആൾക്കാരെ ഞാൻ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാവരുടെയും എന്ത് ചെയ്തു, നിങ്ങളുടെ എല്ലാവരുടെയും പഠന സമയം അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ 9 മണി തൊട്ട് 10 മണി വരെ ആക്കി. അപ്പൊ ആ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണ്, നിങ്ങൾക്ക് അത് അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പിള്ളേരുടെ ഐഡന്റിറ്റി അങ്ങോട്ട് മാറ്റി വെച്ചു. കൃത്യമായിട്ട് കൃത്യം ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളതാക്കി. അതിനെ പറയാനാണ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്ന് പറയും. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്ത് കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇതാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ മൈനസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് കള്ളത്തരം കാണിക്കരുത് എന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിക്കാനുള്ള കാര്യങ്ങൾ, പരീക്ഷ എഴുതുമ്പോൾ മര്യാദയ്ക്ക് എഴുതണം, എക്സാം വെറുതെ പോയി അറ്റൻഡ് ചെയ്യരുത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ചാറ്റ് റൂമിൽ. അതേപോലെ തന്നെ ഗവൺമെന്റിനും ഈ പറഞ്ഞാൽ നിങ്ങൾ നീതിപൂർവമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നതാണ് മോറൽ ഐഡന്റിറ്റി എന്ന് പറയും. മോറൽ ഐഡന്റിറ്റി. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി എന്നുള്ള കാര്യത്തിൽ. എന്താണ് മോറൽ ഐഡന്റിറ്റി എന്നുള്ളതും എന്താണ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ചോദ്യം അങ്ങനെയല്ല. അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് പീപ്പിൾ കാണിച്ചു തരുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ശരി. ഇനി നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ 5 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് 5 ഫങ്ഷൻസ്. ഏതൊക്കെയാണ് നമ്മൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ 5 ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ നോക്കിയത് സ്റ്റേറ്റും നേഷനും എന്താണെന്ന് നമ്മൾ നോക്കി. സ്റ്റേറ്റിന് 4 ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ 4 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. നല്ല 5 ഫങ്ഷൻസ് പഠിച്ചു. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേഷൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക് സെറ്റ് ഓഫ് റൂൾസ് ഫോം ചെയ്യുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണെന്നുള്ള സ്പെസിഫിക്കേഷൻ, പവർ ടു മേക്ക് ഡിസിഷൻസ് ആർക്കാണ് എന്ന് പറയാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ടാണ്. 3
കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റിന്റെ പവേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അധികാരം. ഇത് എന്താണ് ഇത് വരുന്ന ഫംഗ്ഷൻ വരുന്ന ലാസ്റ്റ് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത ഫംഗ്ഷൻ. ലാസ്റ്റ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദ പീപ്പിൾ. നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ മലയാളത്തിൽ വായിച്ചോ, ഞാൻ ഇംഗ്ലീഷ് PDF കൂടി ഇടും. നിങ്ങൾ അത് വായിച്ച് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് ആണ് എപ്പോഴും നല്ലത്. ഇത് ഇപ്പൊ ഈ പറഞ്ഞ മൗലിക സ്വത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോവും. അതിൽ എത്രയോ ഭേദമാണ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി എന്ന് പഠിക്കുന്നത്. അപ്പൊ അതാണ് ഈ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലുള്ള ടേംസും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഫംഗ്ഷനിൽ വരുന്ന കാര്യമാണെന്ന് നോക്കണം. ഓക്കെ, അപ്പൊ 5 ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. കോർഡിനേഷൻ, ഡിസിഷൻ മേക്കിംഗ് പവർ ആർക്കാണെന്നുള്ളത്, ഗവൺമെന്റിന്റെ പവർ ലിമിറ്റ് ചെയ്യുന്നത്, ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് സൊസൈറ്റി, ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് ദ പീപ്പിൾ. ഓക്കെ, അടുത്ത ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഏത് ഫംഗ്ഷനിൽ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ഗവൺമെന്റ് കനോട്ട് ഓർഡർ എനി സിറ്റിസൺ ടു ഫോളോ ഓർ നോട്ട് ടു ഫോളോ എനി റിലീജിയൻ. ഗവൺമെന്റിന് ഏത് റിലീജിയൻ ഫോളോ ചെയ്യണമെന്നോ ഏത് ഫോളോ ചെയ്യരുതെന്നോ സിറ്റിസൺസിനോട് ഉത്തരവിടാനായിട്ട് അധികാരമില്ല എന്നുള്ള കാര്യം ഗവൺമെന്റിന്റെ ഏത് ഇതിനകത്ത് വരുന്നത്? തേർഡ് എന്നല്ല, അങ്ങനെ തേർഡ് ഫോർത്ത് എന്നൊക്കെ അതൊക്കെ വേറെയാണ്. നിങ്ങൾ ആ കറക്റ്റ് ടേം പറ. ലിമിറ്റേഷൻ ഓഫ് ദ ഗവൺമെന്റ്. ലിമിറ്റേഷൻ, അതായത് നമ്മുടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് ഗവൺമെന്റിന് പറ്റില്ല. അപ്പൊ ഇത് വരുന്നത് ഈ ഫംഗ്ഷൻ വഴിയായിട്ടാണ്. ലിമിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിന്ന് ഈ ചോദ്യത്തിന്റെ ആ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഇത് ഈ ഇത്രയും പഠിച്ചതിൽ നിന്ന് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കൂടി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് വരുന്നത്, ഈ രീതിയിലാണോ ചോദ്യം വരുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. രണ്ടാമത്തെ, ദ ഗവൺമെന്റ് മസ്റ്റ് ട്രൈ ടു റെഡ്യൂസ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇൻകം ആൻഡ് വെൽത്ത്. ഗവൺമെന്റ് എന്ത് ചെയ്യണം? വരുമാനത്തിലും സ്വത്തിലൊക്കെയുള്ള ഇൻഇക്വാളിറ്റീസ് കുറയ്ക്കാനായിട്ട് നോക്കണം. അപ്പൊ അത് ഏത് ഫംഗ്ഷനിൽ വരുന്നതാ? ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസിൽ വരുന്ന ഫംഗ്ഷനാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ. അത് കത്തുന്നില്ലേ നിങ്ങൾ? ഇപ്പൊ ഈ LDക്ക് പഠിച്ച രീതിയിലുള്ള ക്ലാസ്സുകളല്ല ചിലപ്പോൾ ഈ കേൾക്കുക. ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണുമെങ്കിൽ നിങ്ങൾ ഇത്രയും ബേസിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം ആൻസർ ചെയ്യാനായിട്ട് വലിയ പാട് ഇപ്പൊ തോന്നൂല. പക്ഷെ കുറെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് വരുന്നതിനേക്കാളും ഇപ്പോഴേ ഇത് ബേസിക്സ് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓക്കെ, ഇപ്പൊ ഗോൾസ് ആൻഡ് ആസ്പിറേഷൻസ്. അടുത്തത്, ദ പ്രസിഡന്റ് ഹാസ് ദ പവർ ടു അപ്പോയിന്റ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ, അധികാരമുള്ളത് പ്രസിഡന്റിനാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഫംഗ്ഷനിലാണ് വരുന്നത്? ഡിസിഷൻ മേക്കിംഗ് പവർ. ആർക്കാണ് പവർ, അധികാരം എടുക്കാനുള്ള പവർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാ? കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇതാണ് ആ കാര്യം. ഇങ്ങനെയാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് വരിക. ആർക്കാണ് അധികാരമുള്ളത്, ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് താഴെ പറയുന്നതിൽ ഏത് ഫീച്ചറാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു കാര്യത്തിൽ എനേബിൾ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെയാണ് നിങ്ങൾക്കുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, താഴെ തന്നിരിക്കുന്നതിൽ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടിസ്ഥാനം നന്നായിട്ട് അറിഞ്ഞേ പറ്റുള്ളൂ. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ സുപ്രീം ലോ ദാറ്റ് എവരി വൺ ഹാസ് ടു ഒബേ. Constitution is the supreme law that everyone has to obey. Minimal coordination. സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഇത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നതിലുള്ള പ്രശ്നമാണോ അതോ എന്താണ്? ഞാൻ ഈ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ദാറ്റ് എവരി വൺ ഹാസ് ടു ഒബേ.
അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും അനുസരിക്കേണ്ട നിയമങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയുന്ന കാര്യം, അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഫംഗ്ഷന്റെ കീഴിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഇത് ടഫ് പോർഷൻ അല്ല, അത് മനസ്സിലാക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിപ്പോ ഞാൻ എടുത്തിട്ട് ടഫ് ആക്കിയതാണോ എന്ന് എനിക്കിപ്പോ സംശയം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആകെ 5 റൂളുകളേ ഉള്ളൂ. ആ, ഇതാണ് ഈ പറയുന്ന സെയിം കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും PSC എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം. നിങ്ങൾ ക്ലാസ്സുകൾ കുറേ കേൾക്കും, പക്ഷെ അതിന്റെ കൃത്യമുള്ള പ്രാക്ടീസ് എടുക്കില്ല. അങ്ങനെ എടുക്കാതിരുന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആവും. എക്സാം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതൂല. ഞാനിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് എക്സാം എഴുതാത്തന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഇറക്കണേ എന്നുള്ള കാര്യം. അത് ഇതാണ് എന്റെ പിറകിലെ കാര്യം. നിങ്ങൾ കുറെ നോട്ടും കുറെ ഇതൊന്നും വായിച്ചു പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ആപ്ലിക്കേഷൻ ലെവലിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും, റിവിഷൻ കൂടും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇത്രയും വളരെ എളുപ്പമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ആ കാര്യം ഡൗട്ടായി. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇട്ട് തരാം. ഇതാ, ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗവൺമെന്റ് കനോട്ട് ഓർഡർ എനി സിറ്റിസൺ ടു ഫോളോ ഓർ നോട്ട് ടു ഫോളോ എനി റിലീജിയൻ. ഏതെങ്കിലും ഒരു മതം ഫോളോ ചെയ്യണമെന്നോ ഇല്ല അല്ലെങ്കിൽ പിന്തുടരണമെന്നോ അല്ലെങ്കിൽ പിന്തുടരാൻ പാടില്ല എന്നോ അനുശാസിക്കുന്ന ഗവൺമെന്റിന് ജനങ്ങളോട് അനുശാസിക്കാൻ പാടില്ല എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ, സമ്പത്തിന്റെയും സ്വത്തിന്റെയും കാര്യത്തിലുള്ള അനൈക്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ കാര്യം. മൂന്നാമത്, പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നുള്ളത് അത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ആയിട്ട് വരുന്ന കാര്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ദാറ്റ് എവരി വൺ ഹാസ് ടു ഒബേ. എല്ലാവരും അനുസരിക്കേണ്ട സുപ്രീം ലോ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ്. കോർഡിനേഷൻ എന്നുള്ള കാര്യത്തിൽ വരുന്ന മിനിമൽ കോർഡിനേഷൻ റൂൾസ് ഉണ്ടാക്കുക, അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ കാര്യത്തിൽ വരുന്ന ഫംഗ്ഷൻ. ലാസ്റ്റത്തെ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു പീപ്പിൾ ഓഫ് എനി റേസ്, കാസ്റ്റ് ഓർ റിലീജിയൻ. ഇന്ത്യൻ പൗരത്വം എന്നുള്ളത് ഏതെങ്കിലും ഒരു സെർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രം അവകാശപ്പെട്ടതല്ല. അതിനകത്ത് കാസ്റ്റിന്റെയോ റിലീജിയന്റെയോ പേരിൽ ഒരാളെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതൊക്കെ പറയുന്നതാണ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് പീപ്പിൾ. കാര്യം മനസ്സിലായോ? നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ് ഇപ്പൊ ഇത് ഇവിടെ വരെയാണ് ഞാൻ എടുത്ത് നിർത്തിയേക്കുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കൂടി ഞാൻ ഇട്ട് തരാം. നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഇതിനകത്ത് ഈ കോളം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷന് തൊട്ട് മുമ്പ് വരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻസ് മൊത്തം പറഞ്ഞ് ഈ NCERT ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യത്തിൽ നിന്നുള്ള എക്സാം നാളെ നിങ്ങൾക്ക് 8 മണിക്ക് നിങ്ങളുടെ ആപ്പിൽ ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതി നോക്കുക. എക്സാം എഴുതുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. എക്സാം എഴുതുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? കിട്ടുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾ പഠിച്ച കാര്യം ശരിയായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ല. അപ്പൊ ആ കാര്യം ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ എടുത്ത് വെച്ചിട്ട് വായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്നെ ടാഗ് ചെയ്തിട്ടിട്ട് നിങ്ങൾ ഇവിടെ ഡൗട്ട് ചോദിക്കണം. എനിക്ക് പേഴ്സണലി അയക്കരുത് ഡൗട്ട്. കാരണം ഇതേ ഡൗട്ടുള്ള കുറെ പേര് വേറെ ഉണ്ടാവും. ഞാൻ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് എടുത്ത് ഞാൻ ഇൻബോക്സിൽ മറുപടി പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ശരിക്കും പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇവിടെ. അതോടൊപ്പം തന്നെ നമ്മുടെ SCCRT അവിടെ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ആ SCCRT നിങ്ങൾ നാളെ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ SCCRT എങ്ങനെയാ വായിക്കേണ്ടതെന്നും എന്താണ് അതിനകത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഏത് പോർഷനാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വോയിസ് ആയിട്ട് ഇടാം. അപ്പൊ അതും കൂടി നോക്കി. SCCRT വായിക്കാനുണ്ട്. ഇന്നെടുത്ത ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പഠിക്കാനൊന്നും ഇല്ല പ്രത്യേകം. ഓക്കെ,
നമുക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല. ഒരു ചെറിയ ഭാഗം കൂടി ഇതിനകത്തു നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫീച്ചറും കൂടി ഉണ്ട്. ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നമുക്ക് നോക്കാം. നിങ്ങളിത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ ശ്രീരാജ്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നാളെ നോട്ടിൽ വരണേ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ഇത്രയും നേരം പഠിച്ചു, ഈ പഠിച്ച സാധനത്തിന് ഇനി അപ്ലൈ ചെയ്യണതാണ് ഇത്. നമ്മള് ഈ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ നോക്കുക. ഇത് PSC യുടെ ചോദ്യമല്ല, ഇത് UPSC യുടെ ചോദ്യമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്. പക്ഷെ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്, പഴയ പാറ്റേൺ. നിങ്ങൾക്ക് ഇപ്പോ ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ UPSC യുടെ പ്രിലിംസിനോട് ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ നമുക്ക് UPSC യുടെ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ കിട്ടണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കിട്ടണം. കാരണം എന്താ, ഇതേ ക്വസ്റ്റ്യൻ ഇതേ രീതി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിലിംസിനോ മെയിൻസിനോ ഒക്കെ വരും. ഇംഗ്ലീഷിൽ ഇതേപോലെ തന്നെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത്. നമ്മൾ പഠിച്ച ബേസിക് ആണ്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എന്താ ചോദ്യം, എന്താ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ? A constitutional government is one which places effective restrictions on individual liberty in the interest of state authority. And places effective restriction on the authority of state in the interest of individual liberty. Which of the statements is given above is or are correct? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളത് ആണ്, അല്ലെങ്കിൽ മുകളിൽ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റിന്റെ മേല് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലിബർട്ടിയിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് സ്റ്റേറ്റിന്റെ അതോറിറ്റി കൂട്ടാനുള്ള ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ അതോറിറ്റിയിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് ഇൻഡിവിജ്വൽ ലിബർട്ടി ഉയർത്തുക. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാ ഉത്തരം വരുന്നത്? 1 ആണോ, 1, 2 ഓൺലി ആണോ, ബോത്ത് 1 and 2 ആണോ, നെയ്തർ 1 or 2 ആണോ? ഏതാ സ്റ്റേറ്റ്മെന്റ് വരിക? കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്? 2 ഓൺലി എന്നല്ല പറയാ, നിങ്ങളത് ഫുൾ ആയിട്ട് തന്നെ പറയാ. എന്താ ചെയ്യണേ? എഫക്റ്റീവ് റെസ്ട്രിക്ഷൻസ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് ഇൻഡിവിജ്വൽ ലിബർട്ടി അപ്ഹെൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൂട്ടുന്നു. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നുള്ളത്. ഇത് പറയാനാണ് ഞാൻ ഈ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഇത്രയും പറഞ്ഞത്. നമ്മൾ ഈ പഠിച്ച ഒരു കാര്യം പോലും ഈ രീതിയിലായിരിക്കില്ല PSC ചോദിക്കുക. PSC ചോദിക്കുന്നത് ഇതേ രീതിയിലായിരിക്കും. നമ്മൾ ഇത്രയും പഠിച്ചതെന്നും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് കിട്ടാതിരുന്ന അബദ്ധമായി പോയില്ലേ? ഇത്രയും പഠിച്ചതപ്പോ വെള്ളത്തിലായി പോയില്ലേ? അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഡിഫെൻസീവ് ഡ്രൈവിംഗ്. പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ചോദ്യം ഏത് മേഖലയിൽ നിന്നും ഏത് വിധത്തിൽ നിന്നും വരാം എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പഠനം കൊണ്ടുപോകണം. പരമാവധി ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നോക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് ഇതേ അർത്ഥത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇത് നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. നോക്കിയേ, എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ നേരെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ പഠിച്ചതിന്റെ നേരെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു.
ഇവിടെ നമ്മൾ എന്താ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ആണ്. ഇതിനകത്തൊക്കെ നമുക്ക് ഒരേപോലെ തോന്നുന്ന ഓപ്ഷൻസ് ഉണ്ടാകാം, പക്ഷെ അതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ എടുത്ത് എഴുതേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പവേഴ്സ് ലിമിറ്റ് ചെയ്യുന്ന ഗവൺമെന്റിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറയാം. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻസ് അതേപോലെ വരുന്ന ഗവൺമെന്റിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം എങ്ങനെയാ വരുന്നതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. ഇനി നോക്ക്, അടുത്ത സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്ക്. നോക്ക്, വീണ്ടും ചോദിച്ചിരിക്കുന്നു, എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ബൈ ഡെഫിനിഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ബൈ ഡെഫിനിഷൻ ഈസ് എ ലിമിറ്റഡ് ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഐഡിയ കിട്ടിയോ ഇതിൽ നിന്ന് ഈ സംഭവം എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ? ഇപ്പൊ മനസ്സിലായോ ബേസ് എന്ന് പറയുന്നത് അത്ര ചെറിയ സംഭവം അല്ല എന്നുള്ളത്? ബേസ് പഠിക്കുന്നതിന്റെ കാര്യം എന്താന്നുള്ളതും ബേസ് എങ്ങനെയാണ് നിങ്ങൾക്ക് റാങ്കിലേക്ക് വരുന്ന എന്നുള്ളതും ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടത്. ഇപ്പൊ നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ട്, ഇപ്പൊ സെറ്റായി പയ്യെ തുടങ്ങും. ഇനി അടുത്ത ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ വന്ന് എഴുതുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി അലേർട്ടാവും. ഇപ്പൊ നിങ്ങൾ വെറുതെ കഥ കേൾക്കുന്നവരെ കേട്ടിട്ടുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ച 5 ഫംഗ്ഷൻ നിങ്ങൾ വെറുതെ കഥ കേൾക്കുന്നവരെയൊക്കെ കേട്ടുള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ അവിടെ അലേർട്ടായത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ക്ലാസ്സിലും ഈ ഒരു അലേർട്ട്നെസ് ആണ് നമുക്ക് വേണ്ടത്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാ. ടെക്നിക്ക് വളരെ സിമ്പിളാ. ഇത് ഇനി അപ്ലൈ ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് കേട്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഷൻ ഉണ്ട്. നിങ്ങൾ വർക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ സമയമായിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പഠിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് പഠിച്ചു, സ്റ്റേറ്റ് എന്താന്ന് പഠിച്ചു, നാഷൻ എന്താന്ന് പഠിച്ചു, ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മതി ഇന്നത്തേക്കുള്ളത്. വയറിറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോയി കിടന്ന് നാളെ SCRT പഠിക്കണം, പരീക്ഷ എഴുതണം. ഇതൊക്കെ ചെയ്തിട്ട് നാളെ പോരെ. ഓക്കെ, താങ്ക് യു.